പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പെരിയാർ മലിനീകരണത്തെ പറ്റി വിശദമായ തുടർ പഠനം ആവശ്യമെന്ന് കുഫോസ് റിപ്പോർട്ട്. പുഴയിലെ വെള്ളത്തിന്റെ അവസ്ഥ നോക്കിയാകണം ഭാവിയിൽ പുറപ്പള്ളിക്കാവ് പാതാളം ഷട്ടറുകൾ തുറക്കേണ്ടത്. പെരിയാറിൽ ലോഹ സാന്നിധ്യവും വിഷകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയതായി പഠന റിപ്പോർട്ടിൽ പറയുന്നു. പ്രദീപ് ജോസഫ് ചേർന്ന വിവരങ്ങളുമായി. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഈ പഠന റിപ്പോർട്ടിൽ ഇപ്പോഴാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതായി പറയുന്നത്. നേരത്തെ ആദ്യം തന്നെ തർക്കം നടന്നിരുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലായിരുന്നു. ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും പിന്നെ ഒന്ന് ഇറിഗേഷൻ വകുപ്പും. രണ്ടുപേരും പരസ്പരം പഴിചാരി രക്ഷപ്പെടാനായിരുന്നു ശ്രമം. ഇപ്പോഴിതാ കുഫോസിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു ലോഹ സാന്നിധ്യമുണ്ട് എന്ന്. റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? കഴിഞ്ഞ മാസം 20-21 തീയതികളിലാണ് പെരിയാറിൽ വ്യാപകമായ തോതിൽ മത്സ്യക്കുരുതി ഉണ്ടായത്. കൂടു മത്സ്യകൃഷി അടക്കം നശിച്ച് ഏതാണ്ട് 10 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. അതിലും ഉപരിയായി പെരിയാർ വ്യാപകമായ തോതിൽ മലിനീകരിക്കപ്പെടുകയും ചെയ്തു. തുടർന്നാണ് വിശദമായ പഠനത്തിന് സംസ്ഥാന സർക്കാർ കുഫോസിനെ ചുമതലപ്പെടുത്തിയത്. ആ കുഫോസ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ പഠന റിപ്പോർട്ടിൽ പെരിയാറിൽ വലിയ തോതിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതേസമയം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും കലർന്നിട്ടുണ്ട്. ഇവ രണ്ടും കലർന്നത് മൂലമാണ് വളരെ പെട്ടെന്ന് ഓക്സിജന്റെ അളവ് താഴ്ന്ന് മത്സ്യങ്ങൾ ചാകാനിടയായത്. അതേസമയം ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഇത് ചോർത്തിയതാണോ എന്നത് കാര്യം കുസാറ്റിന്റെ നിലവിലെ പഠനത്തിൽ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല പെരിയാർ വലിയ തോതിൽ പലതരം വിഷങ്ങളാൽ രാസവസ്തുക്കൾ ഉൾപ്പെടെ ചേർന്ന് വിഷമയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുഫോസിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പെരിയാറിന്റെ മലിനീകരണത്തെക്കുറിച്ച് വളരെ വിശാലമായൊരു പഠനം അനിവാര്യമാണ് എന്ന് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുഴയിൽ സദാസമയവും നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ള ശുപാർശയുണ്ട്. പെരിയാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഭാവിയിൽ പുറപ്പള്ളിക്കാവ് പാതാളം ഷട്ടറുകൾ തുറന്നുവിടുമ്പോൾ ഷട്ടറിൻ്റെ ഇരുഭാഗത്തെയും മുകളിലത്തെയും താഴത്തെയും വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കി അതിൻ്റെ pH മൂല്യം എത്രയാണ്, അത്തരം കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാകണം വെള്ളം തുറന്നുവിടേണ്ടത്. കാരണം ചെറിയ തോതിലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ കമ്പനികളിൽ നിന്ന് രാസമാലിന്യം വെള്ളത്തിൽ കലരാൻ ഇടയുണ്ട്. ഇതോടൊപ്പം ഈ ഷട്ടറുകൾ തുറന്നുവിടുമ്പോൾ കൂടുതൽ വെള്ളമെത്തി അങ്ങനെ ഓക്സിജൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ ഭാവിയിലും ഇത്തരത്തിൽ മത്സ്യക്കുരുതിക്ക് ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നില പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഭാവിയിൽ ഷട്ടറുകൾ തുറക്കാവൂ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുഫോസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കുഫോസിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ പെരിയാറിലെ മത്സ്യക്കുരുതി ഇനിയെങ്കിലും തടയാനാവും. മത്സ്യക്കുരുതി തടയാനാകും എന്ന് മാത്രമല്ല പെരിയാർ ഒരു പരിധിവരെയെങ്കിലും അതിൻ്റെ എല്ലാ പവിത്രതയോടെയും സംരക്ഷിക്കാനും സാധിക്കും. നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം ഏവരുടെയും കണ്ണു തുറപ്പിക്കുന്നതാകണമെന്ന് കുഫോസ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മുഖ്യമന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് നേരെ വിരുദ്ധമാണ് കുഫോസിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. രാസമാലിന്യം വെള്ളത്തിൽ കലർന്നതല്ല പെരിയാറിൽ മത്സ്യക്കുരുതിക്ക് കാരണമായതെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത്. ഇത് കർഷകരുടെ ഇടയിൽ നിന്നും ഒപ്പം എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. കൃഷിനാശമുണ്ടായ മത്സ്യ കർഷകർക്ക് നഷ്ടം നൽകാതിരിക്കാൻ വേണ്ടിയാണ്, നഷ്ടപരിഹാര തുക നൽകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു മറുപടി നൽകിയത് എന്ന് പോലും ചില ആക്ഷേപങ്ങൾ ഉണ്ടായി. എന്നായിരുന്നാലും രാസമാലിന്യം തന്നെയാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമെന്നാണ് കുഫോസ് വിശദമായ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, പ്രദീപ് ജോസഫിന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.